ഈ വീഡിയോ എടുക്കണം എന്ന് തന്നെ എനിക്ക് ചിന്ത വരാൻ ഇദ്ദേഹം വന്ന ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് രൂപത്തിലാണ് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് ഞാൻ വീഡിയോ ഒന്ന് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു ചികിത്സ ശരിക്കും നിങ്ങൾ ആദ്യം ഏറ്റവും കേൾക്കുന്നുണ്ടാവുക, ഒരു കൗതുകത്തോട് കൂടിയിട്ട് തന്നെ കേൾക്കുന്നുണ്ടാവുക. കാരണം ഇത് ശരിക്കും ഇവരുടെ ശരീരത്തിലൊക്കെ ഒരു ബാറ്ററി ഉണ്ട്. പക്ഷെ അത് ഇന്നും നാളൊന്നും അതിൻ്റെ ചാർജ് കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. അപ്പോൾ ആ ബാറ്ററി എവിടെയാണ് ശരിക്കും? ബാറ്ററി സാധാരണ നമ്മൾ ഈ കാർഡിയക് പേസ് മേക്കറൊക്കെ വെക്കുന്ന മാതിരി ഈ കോളർ ബോണിൻ്റെ താഴെയായിട്ടാണ് വെക്കുക. അപ്പോൾ ഡോക്ടർ അതിൽ ഒരു ചാർജൊക്കെ കഴിയാൻ സാധ്യതയില്ലേ? ഒരു ബാറ്ററി ആണ്. ബാറ്ററി നമുക്ക് 2 തരത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് റീചാർജബിൾ ബാറ്ററിയാണ്. ഞാൻ ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് നടക്കാൻ പറ്റണമെന്നായിരുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ആ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരുപാട് ആളുകൾ ഇന്ന് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അതൊരു നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ദുഃഖത്തോട് കൂടിയിട്ട് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് വരാറ്. പക്ഷേ ഇവരിന്ന് ഇവിടെ സന്തോഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതെന്താ എന്ന് വെച്ചാൽ ഓരോരുത്തരും പറയും നിങ്ങളുടെയൊക്കെ സന്തോഷം ഞാൻ അങ്ങനെ കാണുമായിരുന്നു. ശരിക്കും ജീവിതം വഴിമുട്ടി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, സത്യം പറഞ്ഞാൽ പലവരും നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ സങ്കടത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നുണ്ടാവുക. ഞാനും അതിലൊരാളാണ്. പേരെന്ന് പറയാം? എൻ്റെ പേര് ടീന. ഞാൻ ഡെപ്യൂട്ടി മാനേജർ ന്യൂറോ സയൻസിൻ്റെ ഡെപ്യൂട്ടി മാനേജറാണ്. വർക്ക് ചെയ്യുന്നു. ആണ്. അപ്പോൾ ശരിക്കും ഇവിടെ എന്തെന്ന് നടന്നത്? ഇവിടെ ഇന്ന് DBS സർജറി കഴിഞ്ഞ പേഷ്യൻസിൻ്റെ ഒരു ഗെറ്റ് ടുഗദറാണ് നടന്നത്. മൂവ്മെൻറ്റ് ഡിസോർഡറായിട്ട് ഇവർ ഒരുപാട് നാളുകളായിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. അതായത് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ആ ഒരു രോഗം വന്നവർ ആ രോഗമൊക്കെ മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന, അതായത് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറവാദം എന്നൊക്കെ പറയും. പല രൂപത്തിലാണ് ആ പേര് പറയാം അല്ലേ? പല ഇതിലെ പറയാം. അതുപോലെ തന്നെ കമ്പവാദം എന്നൊക്കെ അതിന് പറയും. അതെ. ചുരുക്കം പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നടക്കാൻ കഴിയാതെ വിറച്ചുകൊണ്ട് വന്ന് പെണ്ണെടുത്ത് ഒന്ന് എഴുതാൻ പറ്റാതെ ഒന്ന് സൈൻ ചെയ്യാൻ പറ്റാതെ ഒക്കെ വന്നിട്ടുള്ള ആളാണ്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള ആളുകളുണ്ടാവും. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും അതുപോലെ അവർ ബെഡിൽ കഴിയേണ്ട അവസ്ഥ അല്ലെങ്കിൽ ചെയറിൽ കഴിയേണ്ട അവസ്ഥ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളും അല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അതായത് നിങ്ങൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ആ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇങ്ങനെ തുള്ളിച്ചാടി നടന്ന് പാട്ട് പാടുന്നു. അതുപോലെ ഇവിടെ പാട്ടൊക്കെ പാടിയിരുന്നു അല്ലേ? ആണ്. ആദ്യം നമുക്ക് സൈൻ ചെയ്യാനൊക്കെ പറ്റണ്ടായിരുന്നോ? ഇവിടെ വരുമ്പോൾ ഒന്നുകൂടെ കയറി നിൽക്കാം. പേരെന്ന് പറഞ്ഞേ? ഇവിടെ എങ്ങനെ വന്നാണ്? എത്ര വയസ്സ് ചോദിക്കുന്നില്ല, ഏറ്റവും ചെറുപ്പം ഒരാളെന്നുള്ള രൂപത്തിൽ ചോദിച്ചാണ്. ഓക്കെ, എനിക്ക് 27ാമത്തെ വയസ്സിലാണ് ഈ ഒരു അസുഖം വന്നത്. അപ്പോൾ അസുഖം വന്നത് ചെറുങ്ങനെ കാലിന് ചെറിയൊരു വിറയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർമാർക്കൊന്നും മനസ്സിലായില്ല, എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴാണ് ഇതാണ് ഒരു ഭാഗം മുഴുവനായിട്ട് വന്നതിന് ശേഷമാണ് ഇതാണ് രോഗം എന്നുള്ളത് നമ്മുടെ സലാം സോറ് പറയുകയും അതിനെ തുടർന്ന് ഇങ്ങനെ കാണാത്ത ഡോക്ടർമാരില്ല എന്ന് പറയുന്നത്. അത്രയും ആയുർവേദത്തിലോ മറ്റ് ഇതിലൊന്നും ചികിത്സ ഇല്ലെങ്കിലും അവരും ഇങ്ങനെ പരീക്ഷിക്കും. ഗുളികയോടൊപ്പം തന്നെ കഴിക്കണം എന്ന് പറയും. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ഈ ഒരു ചികിത്സ ശരിക്കും നിങ്ങൾ ആദ്യം ഏറ്റവും കേൾക്കുന്നുണ്ടാവുക, ഒരു കൗതുകത്തോട് കൂടിയിട്ട് തന്നെ കേൾക്കുന്നുണ്ടാവുക. കാരണം ഇത് ശരിക്കും ഇവരുടെ ശരീരത്തിലൊക്കെ ഒരു ബാറ്ററി ഉണ്ട്. പക്ഷെ അത് ഇന്നും നാളൊന്നും അതിൻ്റെ ചാർജ് കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. തുടരാം. അത് ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ഇപ്പം എന്താ ചെയ്യണേ? ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്തിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. പുറത്തേക്ക് പോയി തുടങ്ങി. ഇന്നലെ ഞാൻ എക്സാം എഴുതാൻ പോയത് ഒറ്റയ്ക്കാണ് കുറ്റിയടിക്കും. തിരിഞ്ഞു കിടക്കാനോ മറിഞ്ഞു കിടക്കാനോ ഒന്നിനും പറ്റില്ല. പിന്നെ കാലുകളൊക്കെ ഈ ഒരു എന്താ പറയാ, ഞാൻ ആ കവിതയിൽ എഴുതിയ പോലെ കുടക്കമ്പി പോലെ തന്നെ ഉണ്ടായിരുന്നു. മടക്കാനൊന്നും പറ്റില്ല. ഒരാളെ പിടിച്ച് വലിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും പറ്റുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? എന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം കൂട്ടിയിട്ടാണ് ഇവിടെ വന്നത്. തീരെ നടക്കാൻ വയ്യ, എഴുതാൻ വയ്യ. ഞാൻ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ലെറ്റർ പേഡ് പോലും വേറെ ആൾ എഴുതി കൊടുക്കേണ്ട ഒരവസ്ഥ. ഞാൻ ഒപ്പിടൽ മാത്രമാണ് വരച്ചോണ്ട്. ആ സംഗതിയിൽ നിന്നൊക്കെ മാറ്റം 100% മാറ്റം വന്നു. ഞാനിത് അറിഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചന്ദ്രിക പേപ്പറിൽ നോമ്പിന് ഒരു ആശാ മേഡവുമായിട്ടുള്ളൊരു അഭിമുഖം ഉണ്ടായിരുന്നു. ആ പേപ്പർ കട്ടിങ് എടുത്തിട്ടാണ് ഞാൻ ആശാ മേഡത്തിൻ്റെ അടുത്തേക്ക് വന്നത്. അന്ന് മുതൽ ആശാ മേഡം എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം ക്ലിയറാക്കി അതിനുശേഷം എല്ലാം സക്സസ്ഫുള്ളായി. എത്ര വർഷമായി?
ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1.5 വർഷമായി. കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് ഒരു പ്രശ്നമില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് ആദ്യം 18 ഗുളിക കഴിച്ചിരുന്നു. ഇപ്പോൾ 1 ഗുളിക ഓ വളരെ ഹാപ്പിയാണ്. പഴയ പൂർണ്ണ രൂപത്തിൽ